ഇന്ന് നമുക്കൊരു കിടിലൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ. ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക്. ബിസ്ക്കറ്റൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബോർബോൺ ബിസ്ക്കറ്റ് കൊണ്ടാണ്. അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് 2 ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ കട്ടയാക്കിയ പാലാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ലിറ്റർ പാല് നല്ല പോലെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. പാല് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഐസ്ക്രീമൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്കിലോട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ ചേർക്കാൻ നോക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അല്ല നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ വാനില ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കോഫിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ മിൽക്ക് ഷേക്കിന്. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബൂസ്റ്റും കോഫിയും ചേർത്തിട്ട് ഇതൊന്നും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സോസൊക്കെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ കുടിക്കുക കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ഷേക്ക് കുറച്ച് ലൂസ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിൽക്ക് ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊണ്ടല്ല മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ വാനില ഐസ്ക്രീമും എടുക്കാം കേട്ടോ. പക്ഷേ മറ്റ് ഫ്ലേവേഴ്സുള്ള ഐസ്ക്രീമൊക്കെ എടുക്കാതിരിക്കാവും നല്ലത്. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലോട്ട് 1 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ചോക്ലേറ്റ് സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 ബിസ്ക്കറ്റും ചെറിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ബോർബോൺ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്